അസ്സലാമു അലൈക്കും. മക്കയിൽ പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യഭൂമിയായ മക്കയും മദീനയും സന്ദർശിച്ച് നമ്മുടെ എല്ലാ പാപങ്ങളും മാഞ്ഞ് മനസ്സ് ശുദ്ധിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഉംറ എന്നത് ഒരു വിശുദ്ധ ഇബാദത്താണ്. അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ സന്ദർശിച്ച് തവാഫ് നിർവഹിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് ഉംറ. ഒരിക്കൽ മക്കയിൽ പോയവർ വീണ്ടും വീണ്ടും പോയി ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ പോവാൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തിയായ സൂറത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഈ ഒരൊറ്റ സൂറത്ത് പതിവാക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയും മദീനയും കാണാനും അവിടെ പോയി ഉംറ ചെയ്യാനും സാധിക്കും. മദീനയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സൂറത്ത് ഇറക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്തായ സൂറത്താണ് സൂറത്ത് ഫതഹ്. വിജയം എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം. ഈ സൂറത്തിന് ആകെ 29 ആയത്തുകളാണ് ഉള്ളത്. സൂറത്ത് ഫതഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നൽകിയ വലിയൊരു ആശ്വാസവും സന്തോഷ വാർത്തയുമാണ്. നമ്മൾ തോൽവി എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ പദ്ധതിയിൽ വലിയ വിജയങ്ങളാകും. അതിന് ഒരു ഉദാഹരണമാണ് ഹുദൈബിയ ഉടമ്പടി. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ഇത് മുസ്ലിങ്ങളും മക്കയിലെ ഖുറൈശുകാരും തമ്മിൽ നടന്ന ഒരു സമാധാന ഉടമ്പടിയാണ്. മക്കയ്ക്ക് സമീപമുള്ള ഹുദൈബിയ എന്ന സ്ഥലത്താണ് ഇത് നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഖുറൈശി അവർക്ക് മക്കയിൽ പ്രവേശനം അനുവദിച്ചില്ല. അതിനാൽ സമാധാന ചർച്ചകൾ നടത്തി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ഈ വർഷം മുസ്ലിങ്ങൾക്ക് ഉംറ ചെയ്യാൻ സാധിക്കില്ല, അടുത്ത വർഷം വരണം. 10 വർഷത്തേക്ക് യുദ്ധം ഉണ്ടാകില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അനുമതിയില്ലാതെ വരുന്നവരെ തിരികെ അയക്കണം. ഗോത്രങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷത്തേക്ക് ചേർക്കാം. പല സ്വഹാബികൾക്കും ഇത് ഒരു അന്യായമായാണ് ആദ്യം തോന്നിയത്. ഇത് ഒരു തോൽവി പോലെ തന്നെ അവർക്ക് തോന്നി. പക്ഷേ പിന്നീട് ഇത് ഒരു വലിയ വിജയമായി മാറി. ഇസ്ലാം വേഗത്തിൽ പ്രചരിക്കാൻ സഹായിച്ചു. സമാധാന കാലത്ത് കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതിനാലാണ് അള്ളാഹു ഇത് സൂറത്തുൽ ഫതഹിൽ വ്യക്തമായ വിജയം എന്ന് വിളിച്ചത്. ക്ഷമയും സമാധാനവും വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നഷ്ടം പോലെ തോന്നുന്നതെല്ലാം നല്ലതാകാം. അള്ളാഹുവിൽ വിശ്വാസം വെച്ചാൽ വലിയ വിജയം ഉറപ്പാണ്. വലിയ വിജയം പ്രഖ്യാപിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫതഹ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ വലിയൊരു ആശ്വാസവും സന്തോഷ വാർത്തയുമാണ്. ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും പിന്നെയും ഉള്ള പാപങ്ങൾ അള്ളാഹു മാപ്പാക്കിയതായി പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ മഹത്തായ കരുണയെ കാണിക്കുന്നു. ഭയവും ആശങ്കയും ഉള്ള സമയങ്ങളിൽ സൂറത്തുൽ ഫതഹ് ആത്മശാന്തി നൽകും. വിശ്വാസികളെ ഉറച്ച നിലപാടിലേക്ക് നയിക്കുന്നു. അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് അവസാന വിജയം ഉണ്ടാകുമെന്ന് സൂറത്തുൽ ഫതഹ് നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമയും സഹനവും പാലിക്കുക. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെക്കുക. എല്ലാ സംഭവങ്ങളും നല്ലത് ഉണ്ടെന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ തോൽവി പോലെ തോന്നുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ പദ്ധതിയിൽ വലിയ വിജയമായി മാറും. അതുകൊണ്ട് സൂറത്തുൽ ഫതഹ് വളരെ പ്രധാനപ്പെട്ട മഹത്തായ ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാ പരിശുദ്ധമായ മക്കയിൽ മദീനയിലും പോവാനും ആഗ്രഹിക്കുന്നവർ നല്ല മനസ്സോടെ നിയത്തോടുകൂടി സൂറത്തുൽ ഫതഹ് 21 ദിവസം തുടർച്ചയായി ഓതുക. ഓതുന്നതിന് മുമ്പ് മനസ്സിൽ നിയത്ത് വെക്കുക. അള്ളാഹുവേ, ഈ വർഷം തന്നെ എനിക്ക് മക്കയിലും മദീനയിലും പോയി ഉംറ ചെയ്യാൻ തൗഫീക്ക് നൽകണേ എന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു സൂറത്താണിത്. അള്ളാഹു നമ്മൾ എല്ലാവരെയും ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ.
എത്രയും പെട്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യഭൂമി സന്ദർശിക്കാനും ഉംറയും ഹജ്ജും നിർവഹിക്കാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും വിധിയാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.